ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചിമ ഉത്തർപ്രദേശിൽ ബിജെപിക്ക് അഗ്നിപരീക്ഷ. 11 മണ്ഡലങ്ങളിലും മത്സരം ശക്തമാണ്. വോട്ട് കണക്കുകളിൽ ബിഎസ്പി, എസ്പി, ആർഎൽഡി സഖ്യത്തിന് തന്നെയാണ് മേൽക്കൈ. പശ്ചിമ യുപിയിൽ നിന്ന് ടി കെ റാഷിദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാമിനി. വളരെ ശക്തമായ ഒരു മത്സരത്തിന്റെ പ്രതീതിയാണ് ഇത്തവണ. 2014 അപേക്ഷിച്ച് ഇത്തവണ എന്ന് തന്നെ പറയാം. പശ്ചിമ യു പിയെ സംബന്ധിച്ചിടത്തോളം 22 മണ്ഡലങ്ങളാണ് പശ്ചിമ യു പിയിലുള്ളത്. അതിൽ 2013 കലാപത്തിന് സാക്ഷ്യം വഹിച്ച മുസഫർ നഗർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുണ്ട്. 2013 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു മുസഫർ നഗറിൽ കലാപം നടന്നത്. 62 പേർ ആ കലാപത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ആ കലാപത്തിന് തുടർച്ചയായി നടന്ന 2014 പൊതു തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ BJP വലിയ നേട്ടം കൈവരിക്കുന്ന കാഴ്ചയാണ് പശ്ചിമ യു പിയിലെ 22 മണ്ഡലങ്ങളിലും കണ്ടത്. 22 മണ്ഡലങ്ങളും BJP തന്നെ വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇത്തവണ സ്ഥിതിഗതികൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയ അവസ്ഥയാണ്. കൈരാന, മുസഫർ നഗർ, ബിജ്നോർ, സഹരൻപൂർ, ബാഗ്പത്ത് അടക്കമുള്ള ഈ പശ്ചിമ യു പിയിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെല്ലാം നടക്കുന്നത് താരതമ്യേന മുസ്ലിം മെജോറിറ്റി, മുസ്ലിങ്ങൾക്ക് വലിയ ശക്തമായ വോട്ടിങ്ങിലടക്കം പ്രാതിനിധ്യമുള്ള ശക്തമായ മേധാവിത്വമുള്ള മണ്ഡലങ്ങളാണ് ഇവയെല്ലാം. സഹരൻപൂരിലാണെന്നുണ്ടെങ്കിൽ 42% മുസ്ലിങ്ങളാണുള്ളത്. മുസഫർ നഗറിലും സമാനമായി മുസ്ലിം പോപ്പുലേഷൻ, ജനസംഖ്യ ഉണ്ട്. അതോടൊപ്പം തന്നെ വോട്ടിങ്ങിലും അത് കൃത്യമായി പ്രതിഫലിക്കുന്ന മണ്ഡലങ്ങളാണ് കൈരാനയും മുസഫർ നഗറും ഒക്കെ. ഇത്തവണ ഉള്ള പ്രത്യേകത എന്തെന്ന് വെച്ചാൽ സമാജ്വാദി പാർട്ടി, SP, അതോടൊപ്പം സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ്വാദി പാർട്ടി, RLD എന്നീ 3 പാർട്ടികൾ സഖ്യമായി മത്സരിക്കുന്നു. പ്രധാനപ്പെട്ട ഈ സഖ്യ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഇടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. എന്നാൽ മറ്റിടങ്ങളിൽ കോൺഗ്രസും BJPക്കെതിരെ മത്സരിക്കുന്നു. ഇതാണ് BJP നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിൽ കൈരാന മണ്ഡലത്തിന്റെ കാര്യമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ വർഷമാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. BJPയുടെ മൃഗങ്ക സിംഗിനെ വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി പരാജയപ്പെടുത്തി ഈ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന RLDയുടെ പ്രതിനിധി കൂടിയായ തബസ്സും ഹസൻ വിജയിച്ചു വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത്തവണയും തബസ്സും ഹസൻ തന്നെയാണ് അവിടെ നിന്ന് വോട്ട് തേടുന്നത്. തബസ്സും ഹസൻ ആ വിജയപ്രതീക്ഷ നമ്മളോട് നേരത്തെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണയും വിജയം ആവർത്തിക്കാനാകുമെന്ന്. മുസഫർ നഗറിലേക്ക് വരികയാണെങ്കിൽ അവിടെ സഞ്ജീവ് ബലിയാനാണ് BJPയുടെ സ്ഥാനാർത്ഥിയായുള്ളത്. അദ്ദേഹമാണ് സിറ്റിംഗ് MP. പക്ഷേ മുസഫർ നഗറിൽ ഇത്തവണ കാര്യങ്ങൾ മാറിമറിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം RLDയുടെ അജിത് സിംഗ് ആണ് അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ബാഗ്പത്തിലാണെന്നുണ്ടെങ്കിൽ RLDയുടെ സ്ഥാനാർത്ഥിയായ സഞ്ജയ് ചൗധരി, അതായത് അജിത് സിംഗിന്റെ മകൻ, അദ്ദേഹം മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ മറുവശത്ത് BJPയുടെ സ്ഥാനാർത്ഥിയും വളരെ ശക്തം. സഹരൻപൂരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയാണ് ഉള്ളത്. സഹരൻപൂരിൽ ഇമ്രാൻ മസൂദ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി, ശക്തനായ മുസ്ലിം നേതാവാണ് ഇവിടെ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഇമ്രാൻ മസൂദ് മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ ഫസലുർ റഹ്മാൻ എന്ന സ്ഥാനാർത്ഥിയാണ് ഗഡ്ബന്ധിന് വേണ്ടി, അതായത് വിശാല മഹാസഖ്യത്തിന് വേണ്ടി, BSP, SP, RLD ഉൾക്കൊള്ളുന്ന വിശാല മഹാസഖ്യത്തിന് വേണ്ടി മത്സരിക്കുന്നത്. BJPക്കും ശക്തനായ സ്ഥാനാർത്ഥിയാണ്, സിറ്റിംഗ് MP ആണുള്ളത്. ഇത്തരത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും BJP കനത്ത വെല്ലുവിളിയാണ് ഇത്തവണ നേരിടുന്നത്. പശ്ചിമ യു പിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്തരത്തിൽ മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ നമ്മൾ ചർച്ച ചെയ്ത് ഇടത്തോളം അല്ലെങ്കിൽ സംവദിച്ചിടത്തോളം BJPയുടെ ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.